ഇന്ത്യ മഹാരാജ്യം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ലോകമെങ്ങും ആഘോഷം നടക്കുകയാണ്. പക്ഷേ ഒരു സത്യം നമ്മൾ മറച്ചു പിടിക്കും. ആർക്കാണ് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയത്? ദളിതർക്ക് കിട്ടിയോ? ആദിവാസികൾക്ക് കിട്ടിയോ? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടിയോ? ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഇവർക്കെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയോ? ഭരിക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഇന്ന് നാടെങ്ങും ആഘോഷിക്കുന്നുണ്ട്. വസ്ത്രത്തിൻ്റെ പേരിലും ആഹാരത്തിൻ്റെ പേരിലും പ്രാർത്ഥിക്കുന്നിടത്ത് കയറി അക്രമം കാണിക്കുന്നു. വസ്ത്രത്തിൻ്റെ പേരിലും ആഹാരത്തിൻ്റെ പേരിലുമൊക്കെ ഇന്ന് കൊലപാതകങ്ങൾ നടക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ, അല്ലേ? നമ്മളെല്ലാം ഇന്ന് ഒന്നിച്ച് ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, ആർക്കാണ് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയത്? ഇന്ന് ക്രിസ്ത്യാനികൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? അവരുടെ വിശ്വാസത്തിൽ നിൽക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? അവരുടെ സ്ഥാപനങ്ങൾ തല്ലി തകർക്കുക, അവർ പ്രാർത്ഥന നടത്തുന്നിടത്ത് ആക്രമിക്കപ്പെടുക, കൊള്ളയടിക്കുക. അപ്പം ഇതൊന്നും ഈ സ്വാതന്ത്ര്യത്തിൽ പെടുന്നതല്ലേ? ജനാധിപത്യ രാജ്യത്ത് ഇതിനൊന്നും അനുവദിക്കാതിരിക്കുമ്പോൾ ആർക്കാണ് ഇവിടെ സ്വാതന്ത്ര്യം? ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഇവിടെ സ്വാതന്ത്ര്യം. മറ്റുള്ളവർക്കും വേണ്ടേ സ്വാതന്ത്ര്യം? ക്രിസ്ത്യാനികൾക്ക് വേണം, മുസ്ലിങ്ങൾക്ക് വേണം, ദളിതർക്ക് വേണം, ആദിവാസികൾക്ക് വേണം. ഇവർക്കെല്ലാം സ്വാതന്ത്ര്യം ഉണ്ടാകണം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സ്വതന്ത്രമായി ജീവിക്കുക, അല്ലേ? ഇന്നൊരു ആദിവാസിയോ ദളിതനോ സവർണൻ്റെ വീടിൻ്റെ അടുത്തുകൂടി പോകാൻ ഒക്കത്തില്ല. ഇവിടെയല്ല, വടക്കേ ഇന്ത്യയിൽ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റത്തില്ല, വഴി നടക്കാൻ പറ്റത്തില്ല, നല്ല വസ്ത്രം ധരിക്കാൻ പറ്റത്തില്ല. ആ സ്ഥിതിയല്ലേ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്? വർഗീയത മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്തിൽ നിന്നും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ അവരെ ഉപദ്രവിക്കുകയും ആക്രമിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു രാജ്യത്താണ് ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞ് വലിയ വായിൽ വിളിച്ചു കൂവി പ്രസംഗിക്കുന്നത്. ഇതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിന്നെ ആർക്കാണ് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയത്? എന്ത് സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത്? ബീഫിൻ്റെ പേരിൽ മുസ്ലിം സമുദായത്തെ തകർക്കുക, ആക്രമിക്കുക, കലാപങ്ങൾ ഉണ്ടാക്കുക, അവരുടെ ജീവിതമാർഗങ്ങളെ ചുട്ടുകരിക്കുക, അവരുടെ പള്ളികൾ ആക്രമിക്കപ്പെടുക. അപ്പം ഈ രീതിയിൽ ഇന്ത്യക്കകത്ത് ഇപ്പോൾ വലിയ രീതിയിൽ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടിവിടെ കുട്ടി ആഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യദിനം എല്ലാവർക്കും കിട്ടിയെന്നും പറഞ്ഞു. ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യുവാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ
കാവ്യവൽക്കരണം, ഇന്ത്യൻ പതാക പോലും വേണ്ടെന്ന് പറയുന്ന ഹിന്ദുത്വ തീവ്രവാദികൾ ഇന്ന് അതിശക്തമായ രീതിയിൽ നമ്മുടെ ഇന്ത്യൻ പതാക പോലും വേണ്ടെന്ന് പറഞ്ഞ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കാണ് ഇവിടെ സ്വാതന്ത്ര്യം? എന്ത് സ്വാതന്ത്ര്യമാണ് നമുക്ക് ഇന്ത്യയിലുള്ളത്? വസ്ത്രം, ഇപ്പം കന്യാസ്ത്രീകൾ അവരുടെ വസ്ത്രം ഇട്ടുകൊണ്ട് അവർക്ക് നടക്കാൻ കഴിയില്ല, യാത്ര ചെയ്യാൻ കഴിയില്ല. അച്ഛന്മാർക്ക് അവിടെ ലോഹ ഇട്ടുകൊണ്ട് നടക്കാൻ കഴിയില്ല. വടക്കേ ഇന്ത്യയിൽ അവരെ ആക്രമിക്കപ്പെടുന്നു. അപ്പം ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, അവർക്ക് വഴി നടക്കാൻ കഴിയാതെ, അവർക്ക് യാത്ര ചെയ്യാൻ കഴിയാതെ, അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയാതെ, ഇങ്ങനെയുള്ള രീതികളിലൊക്കെ അവരെ ആക്രമിക്കപ്പെടുമ്പോൾ ഇവിടെ വലിയ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞ് ആഘോഷിക്കുകയാണ്. സത്യത്തിൽ ഈ ആഘോഷം ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾക്ക് മനസ്സിലാവും. ഒരു ഹിന്ദു രാഷ്ട്രം എന്നുള്ളൊരു സങ്കല്പം അവർ ഉള്ളിൽ വെച്ചുകൊണ്ട് എല്ലാവരെയും ഈ രാജ്യത്ത് നിന്നും ഉന്മൂലനം ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മതന്യൂനപക്ഷങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം. ഹിറ്റ്ലർ ചെയ്തതുപോലെ ക്രിസ്ത്യാനിയെ മുസ്ലിമെയും എല്ലാം ഇന്ത്യയിൽ കൊന്നൊടുക്കണമെന്നുള്ള സവർക്കറുടെ പുസ്തകം ഇവിടെ നടപ്പിലാക്കണം എന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ തീവ്ര സ്വഭാവമുള്ളവർ ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞ് ആഘോഷിക്കുകയാണ്. ഇവിടെ ആർക്കും സ്വാതന്ത്ര്യമൊന്നും കിട്ടിയിട്ടില്ല, ദളിതന് കിട്ടിയിട്ടില്ല, ആദിവാസിക്ക് സ്വാതന്ത്ര്യമില്ല. എന്ത് സ്വാതന്ത്ര്യമാണ് ഇവിടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ഒരു സ്വാതന്ത്ര്യവും ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനം ഞങ്ങൾ ആഘോഷിക്കാൻ താല്പര്യമില്ല. ഇവിടെ ഇന്ത്യയിലെ ദളിതരായാലും പിന്നോക്ക വിഭാഗക്കാരായാലും അവരൊന്നിച്ച് സ്നേഹത്തോടും ഐക്യത്തോടും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അന്നായിരിക്കും സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അപ്പോഴേ ഉള്ളൂ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇല്ല എങ്കിൽ ഇവരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യയെ വേർതിരിക്കണം. ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധശക്തികളെ ഇന്ത്യയിൽ നിന്നും ഇല്ലായ്മ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടൂ എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ നിലപാട്. ബൈ.